ഹായ് ഹലോ ഗോൾഡൻ ചാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ NMC റീവാലിഡേഷൻ എങ്ങനെയാണ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്നുള്ള പ്രോസസ്സാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നമുക്ക് റീവാലിഡേഷൻ ഡേറ്റ് അടുക്കാറാവുമ്പോൾ നമുക്ക് NMC തന്നെ അവർ മെയിൽ അയക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ NMC വെബ്സൈറ്റിൽ പോയി നമുക്ക് ഫോംസൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. മെയിൽ വന്ന് ലിങ്ക് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് NMC റീവാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അവിടെ റിസോഴ്സസ് ആൻഡ് ടെംപ്ലേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫോംസ് ആൻഡ് ടെംപ്ലേറ്റ്സ് എന്നുള്ളത് ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫോംസ് കാണാം. ആ ഫോം എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം, 1 by 1 ആയിട്ട്. ഇവിടെ പ്രാക്ടീസ് അവേഴ്സ് ലോഗോ ടെംപ്ലേറ്റ്, CPD ലോഗോ ടെംപ്ലേറ്റ്, പ്രാക്ടീസ് റിലേറ്റഡ് ഫീഡ്ബാക്ക്, റിഫ്ലക്റ്റീവ് അക്കൗണ്ട്സ് ഫോം, റിഫ്ലക്റ്റീവ് ഡിസ്കഷൻ ഫോം, കൺഫർമേഷൻ ഫോം, ഈ ഫോമെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇവിടെ ഒരെണ്ണമാണ് എക്സാമ്പിൾസ് ഓഫ് കംപ്ലീറ്റഡ് റീവാലിഡേഷൻ ഫോം എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് ഞാനത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് തന്നെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ സ്വന്തം കൈപ്പിടയിൽ തന്നെ എഴുതാവുന്നതാണ്. ആദ്യത്തെ ഫോം പ്രാക്ടീസ് അവേഴ്സ് ലോഗോ ടെംപ്ലേറ്റ് ആണ്. ഇതിനകത്ത് മേളിൽ കാണിച്ചിരിക്കുന്നത് 3 വർഷത്തിലെ കോൺട്രാക്റ്റിൽ നിങ്ങൾ 450 അവേഴ്സ് വർക്ക് ചെയ്തിരിക്കണമെന്നുണ്ട്, പ്രാക്ടീസ് ചെയ്തിരിക്കണമെന്നുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഇതെല്ലാം വായിച്ച് നോക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് താഴെയുള്ളത് ഫില്ല് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഓപ്ഷൻ ഡേറ്റ് ആണ്. നിങ്ങളുടെ വർക്ക് ഡേറ്റ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ ട്രസ്റ്റിൽ എന്ന് മുതലാണ് വർക്ക് തുടങ്ങിയത്, അത് നിങ്ങളുടെ കോൺട്രാക്റ്റിൽ കാണും. ആ ഡേറ്റാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ട്രസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് കാണിക്കണം. കാരണം ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ ഞാൻ ഈ സ്ഥാപനത്തിൽ, അടുത്ത ഡേറ്റ് മുതൽ ഞാൻ പ്രസൻറ്റ് വരെ ഇന്ന സ്ഥാപനത്തിൽ എന്നുള്ളത് സെപ്പറേറ്റ് അത് കോളത്തിൽ അത് കാണിക്കണം. ഇവിടെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓർഗനൈസേഷൻ, നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അടുത്ത ഓപ്ഷൻ യുവർ വർക്ക് സെറ്റിംഗ് എന്നുള്ളതാണ്. ഇവിടെ ഞാനിവിടെ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതാണോ ഉചിതമാണെന്നുള്ളത് ആ വർക്കസിൻ്റെ മേളിൽ വായിച്ച് നോക്കുക. ആ ഓപ്ഷൻ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. യുവർ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്, അവിടെ ഞാനിവിടെ ഡയറക്റ്റ് ക്ലിനിക്കൽ ഏരിയ ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതാ ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. നമ്പർ ഓഫ് അവേഴ്സ് ഫുൾ ടൈമാണ്, 37.5 അവേഴ്സ് പെർ വീക്ക് എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു. യുവർ രജിസ്ട്രേഷൻ, ഞാനിവിടെ രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതാ ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക്, ആ വർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ചെറുതായിട്ട് കൊടുക്കുക. അടുത്തത് നിങ്ങളുടെ CPD റെക്കോർഡാണ്, അതായത് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അത് നിങ്ങൾ ഓൺലൈനായിട്ടാണോ അറ്റൻഡ് ചെയ്തത്, കോഴ്സ് അറ്റൻഡൻസ് ആണോ, അത് ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ആയിരുന്നോ എന്നുള്ളത് ഓപ്ഷനുണ്ട്. അത് ടോപ്പിക് എന്താണെന്നുള്ളത് വേണം. ലിങ്ക് ടു കോഡ് എന്നുള്ളത് ഇതിനകത്ത് 4 ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. അത് ഈ ക്ലാസ് ഏതൊക്കെ കോഡുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. എത്ര മണിക്കൂറാണെന്നുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ ഇവിടെ ഡേറ്റ്സ് ആണ്. ഞാൻ ഏത് ദിവസമാണ് അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ ആ ലേണിംഗ് ഹബിനകത്ത് ആ ഡീറ്റെയിൽസ് ആയിട്ട് കാണാം. ഈ ലേണിംഗ് ഹബിനകത്ത് എല്ലാം നിങ്ങൾക്ക് കാണണമെന്നില്ല. ആദ്യം അറ്റൻഡ് ചെയ്ത കോഴ്സുകളൊന്നും ചിലപ്പം കാണത്തില്ല. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് റൂട്ടി ഡേറ്റയ്ക്കകത്ത് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിങ്ങൾ എത്ര മണിക്കൂർ കോഴ്സ് അറ്റൻഡ് ചെയ്തു, ഈ ലേണിംഗ് എത്ര മണിക്കൂറായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അതാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അങ്ങനെ അതിനകത്ത് നമുക്ക് ഡേറ്റ്സ് എടുക്കാൻ പറ്റും. മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ലേണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ കോഴ്സ് അറ്റൻഡ്. ആ ഓപ്ഷനാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ടോപ്പിക്ക്, പിന്നെ എന്ത് ടോപ്പിക്കാണ് ആ കോഴ്സ് അറ്റൻഡ് ചെയ്തത് അത് ചെയ്യുക. അതിനകത്ത് ചിലപ്പം സബ്ബായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ സബ്ബെല്ലാം അതിനകത്ത് കാണണം.
ഇ ലേണിങ്ങിനകത്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓരോരോ കോഴ്സ് കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റും കാണും, അതിൻ്റെ ഹെഡിങ്ങും കാണും. അത് നിങ്ങൾക്ക് അതിനകത്തോട്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോപ്പിക്കും സബ് ടോപ്പിക്കും ഈ കോളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യുക. ലിങ്ക് ടു കോഡ്, ഞാൻ ഈ ടോപ്പിക് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കോഡ് ഏതൊക്കെയാണെന്നുള്ളത് ഈ 4 നമുക്ക് തോന്നുന്നത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ലിങ്ക് ടു സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷ്യൻസി അത് നിങ്ങൾക്ക് എഴുതിയില്ലാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. നമ്പർ ഓഫ് അവേഴ്സ്, നമ്മൾ എത്ര മണിക്കൂർ ഇത് അറ്റൻഡ് ചെയ്തെന്നുള്ളത് കാണിക്കണം. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 35 hours അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. പാർട്ടിസിപ്പേറ്ററി ആയിട്ട് നമ്മൾ 20 മണിക്കൂർ. ഇതിനകത്ത് മണിക്കൂർ ബേസ് ആയിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ക്ലാസ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ, അപ്പോൾ 1 മണിക്കൂറും 30 മിനിറ്റുമാണ്. അപ്പോൾ നമ്മൾ 1.30 ടൈപ്പ് ചെയ്യും. വേറെ എണ്ണത്തിനകത്ത് നമ്മൾ 45 മിനിറ്റ് ആണെങ്കിൽ 45 മിനിറ്റ് 0.45 എന്നായിരിക്കും ഇടുന്നത്. അപ്പോൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 1.75 ആയിരിക്കും വരുന്നത്. അതായത് 1 ഹവറും 75 മിനിറ്റ്സും 60 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് 1 മണിക്കൂറാണ്. അപ്പോൾ ടോട്ടൽ നമ്മളവിടെ ടൈപ്പ് ചെയ്യേണ്ടത് 2 hours 15 minutes, 2 മണിക്കൂറും 15 മിനിറ്റാണ്. അത് നിങ്ങളത് ശ്രദ്ധിക്കുക. ഹവേഴ്സിലാണ് അവിടെ കൊടുക്കേണ്ടത്. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രം അവിടെ ശ്രദ്ധിച്ചാൽ മതി, കാരണം അത് അല്ലാതെ അത് പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ 58 മണിക്കൂറാണെങ്കിൽ അവിടെ 58 മണിക്കൂർ, 58.5 മണിക്കൂറാണെങ്കിൽ 58.5 എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്യുക. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മണിക്കൂർ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സാധാരണ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ കാൽക്കുലേറ്റ് ചെയ്യൽ. അടുത്ത ഫോം ഫീഡ്ബാക്ക് ലോഗ് ടെംപ്ലേറ്റ് ആണ്. നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള നല്ല വാക്കുകൾ, അത് ചിലപ്പം പേഷ്യൻ്റ് ആയിരിക്കും, ചിലപ്പം പേഷ്യൻ്റെ പേരൻസ് ആയിരിക്കും, കൊളീഗ്സ് ആയിരിക്കും, സ്റ്റുഡൻസ് ആയിരിക്കും, ചിലപ്പം നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഡോക്ടർ ആയിരിക്കും. ആ പറഞ്ഞത് ചിലപ്പം വെർബലായിട്ടോ അല്ലെങ്കിൽ താങ്ക് യു കാർഡായിട്ടോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ ഏത് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. താത്ത ഓപ്ഷൻ ഡേറ്റ് ആണ്. നമ്മൾ ഡേറ്റ് ടൈപ്പ് ചെയ്യുക. നമുക്ക് മെയിൽ വഴിക്കാണെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ ഡേറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു ഐഡി വെച്ച് ഡേറ്റ് എഴുതുക. സോഴ്സ് ഓഫ് ഫീഡ്ബാക്ക്, ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണോ പേരൻ്റ് ആണോ പേഷ്യൻ്റ് ആണോ ആരാണ് പറഞ്ഞേക്കുന്നത് അവിടെ ഇത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് എഴുതുക. ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് അവിടെ നമുക്ക് ഇമെയിലായിട്ടാണോ വന്നിട്ടുണ്ടെങ്കിൽ ഇമെയിലിന് കൊടുക്കുക, അല്ലെങ്കിൽ വെർബലായിട്ടാണെങ്കിൽ വെർബലിന് കൊടുക്കുക. ഏത് ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യുക. കണ്ടൻറ് ഓഫ് ഫീഡ്ബാക്ക്, നമ്മൾ എന്തിനെക്കുറിച്ചാണ് നമ്മളത് പറഞ്ഞേക്കുന്നത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്യുക. മിനിമം ഇതിനകത്ത് 5 ഫീഡ്ബാക്ക് വേണം. അടുത്തത് റിഫ്ലക്റ്റീവ് അക്കൗണ്ട് ഫോമാണ്. ഇതിൽ നിങ്ങളുടെ നേച്ചർ ഓഫ് ദ CPD ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രാക്ടീസ് റിലേറ്റഡ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇവൻ്റ് ഓർ എക്സ്പീരിയൻസ്, നിങ്ങളുടെ പ്രാക്ടീസ് സമയത്ത് നടന്ന ഏതെങ്കിലും ഇൻസിഡൻറ്റ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുക. അടുത്തത് വാട്ട് ഡിഡ് യു ലേൺ, അതിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു അത് കൊടുക്കുക. ഹൗ ഡിഡ് യു ചേഞ്ച് എന്നുള്ളിടത്ത് നിങ്ങൾ അതിനകത്തിൽ നിന്ന് എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് നേടി അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. അടുത്തത് ഹൗ ഈസ് ദി റിലവൻറ്റ് ടു ദി കോഡ്, താഴെ കാണിച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് 1 or 2 തീംസ് സെലക്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ 5 റിഫ്ലക്റ്റീവ് അക്കൗണ്ട് ഫോം ഫില്ല് ചെയ്തിരിക്കണം. അടുത്തത് റിഫ്ലക്റ്റീവ് ഡിസ്കഷൻ ഫോമാണ്. അതിനകത്ത് ആദ്യത്തെ 2 നെയിം ആൻഡ് NMC പിൻ നമ്പർ അത് രണ്ടുമാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. മറ്റേത് നമ്മുടെ ലൈൻ മാനേജറുമായിട്ട് ഡിസ്കഷൻ ചെയ്യുന്ന ലൈൻ മാനേജറിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ കൊടുക്കേണ്ടത്. അത് നമ്മളല്ല ചെയ്യേണ്ടത്, അത് അവരാണ് ഡീറ്റെയിൽസ് തരേണ്ടത്. അടുത്തത് കൺഫർമേഷൻ ഫോമാണ്. അവിടെ നമ്മൾ നെയിം കൊടുക്കുക, NMC പിൻ നമ്പർ കൊടുക്കുക. അടുത്തത് ഡേറ്റ് ഓഫ് ലാസ്റ്റ് റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ ഓർ ജോയിൻഡ് ദി രജിസ്റ്റർ,
അത് നിങ്ങളുടെ NMCയിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എൻട്രിക്കകത്ത് അത് കാണും. ഈ 3 പാർട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതെല്ലാം ലൈൻ മാനേജറാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും NMC പിൻ നമ്പരും ഡീറ്റെയിൽസ് മൊത്തം അത് അവർ തന്നെ ഫില്ല് ചെയ്ത് തരുന്നു. NMC തന്നെ ഇതിനകത്തൊരു ഫീൽഡ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ പ്രാക്ടീസ് അവേഴ്സ് ലോഗ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ CPDയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫീഡ്ബാക്ക് ലോഗ് ടെംപ്ലേറ്റിൻ്റെ ഇവിടെ റിഫ്ലക്റ്റീവ് അക്കൗണ്ട് ഫോം 5 സെറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കതിൻ്റെ പ്രിൻ്റ് എടുത്ത് നമുക്കത് സൂക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഒരു ഫയലായിട്ട് തന്നെ അത് സൂക്ഷിച്ചിട്ടുണ്ട്. 1 by 1 ആയിട്ട് അവർക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ലൈൻ മാനേജറുമായിട്ട് നമ്മൾ ഡിസ്കഷൻ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ NMC പോർട്ടൽ ഓപ്പൺ ചെയ്യുക. അവിടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പേര്, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഡീറ്റെയിലായി കാണിക്കുന്നത്. പക്ഷേ അവിടെ കൺട്രി ഓഫ് റെസിഡൻസ് എന്നുള്ളത് അന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്നപ്പോഴാണ് അത് ചെയ്തത്, അതുകൊണ്ടാണ് ഇന്ത്യ വന്നത്. നമ്മളതിന് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഇനി അവിടെ കൺട്രി ഓഫ് റെസിഡൻസ് എന്നുള്ളത് ഇംഗ്ലണ്ട് എന്നാക്കണം. ഇവിടുത്തെ UK അഡ്രസ്സാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. UK അഡ്രസ്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്താലും മതി. ഇവിടെ ഫോൺ നമ്പർ UKയിലെ നമ്പർ കൊടുക്കണം. അവിടെ കൺട്രി കോഡ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇംഗ്ലണ്ട് എന്ന് സെലക്ട് ചെയ്യുക. കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 44 എന്ന് പറഞ്ഞു വരും. താഴെ ഐ ഹാവ് റീഡ് എന്നുള്ളത് ആ ചതുരത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ വാട്ട് ഈസ് യുവർ സെക്സ് എന്നാവിക്കുന്ന ഫീമെയിൽ ഓർ മെയിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. വാട്ട് ഈസ് യുവർ ജെൻഡർ ചോദിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. നമ്മളിവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് തന്നെ റീവാലിഡേഷൻ ആ പ്രോസസ്സിലേക്ക് പോവുകയാണ്. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാറ്റസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് കിടപ്പുണ്ട്. അവിടെ അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ റീവാലിഡേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അവിടുത്തെ പാർട്ട് ഒക്കെ വായിച്ച് നോക്കുക. താഴെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഡീറ്റെയിൽസ് ഓഫ് ദി ബോസ് എന്നുള്ളടത്ത് താഴെ യെസ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് താഴെ പ്ലീസ് മേക്ക് എ സെലക്ഷൻ എന്നുള്ളത് ആദ്യത്തെ ഓപ്ഷൻ ഐ ക്യാൻ മീറ്റ് ദി റീവാലിഡേഷൻ റിക്വയർമെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ റീവാലിഡേഷൻ എന്നുള്ളത് പിങ്ക് കളർ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് റീവാലിഡേറ്റ് ഓർ ലാപ്സ്. ഇത് താഴെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം രജിസ്ട്രേഷൻ നീഡ്സ് റീവാലിഡേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കും. ഇവിടെ രണ്ടാമത്തതും ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ദി പ്രാക്ടീസ് അവേഴ്സ് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെ 450 എന്നുള്ളത് മെറ്റ് എന്നുള്ളിടത്ത് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് പ്രാക്ടീസ് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ്.
ആർ യു കറൻ്റലി പ്രാക്ടീസിങ് എന്നുള്ളത് യെസ് ക്ലിക്ക് ചെയ്ത് അടുത്തത് സെലക്ട് വൺ ഓഫ് ദി ഫോളോയിങ്. അവിടെ പ്രാക്ടീസിങ് ഇൻസൈഡ് ദ UK എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദ ലൊക്കേഷൻ യു പ്രൊവൈഡ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ മെയിൻ എംപ്ലോയ്മെൻറ്റ് അഡ്രസ്സ്. അവിടെ കൺട്രി എന്നുള്ളിടത്ത് സെർച്ച് ചെയ്യുക. അവിടെ ഇംഗ്ലണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അടുത്തത് റീജിയൻ ആണ്, അത് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ റീജിയൻ അവിടെ സെലക്ട് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ആഡ് പ്രാക്ടീസ് ഡീറ്റെയിൽസ് എന്നുള്ളതുണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ ഏതാണോ എംപ്ലോയിഡ് ഡയറക്റ്റിലാണെങ്കിൽ ഡയറക്റ്റ്, എംപ്ലോയിഡ് ബൈ ഏജൻസി ആണെങ്കിൽ അങ്ങനെ. ഞാനിവിടെ എംപ്ലോയിഡ് ഡയറക്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ദിസ് യുവർ മെയിൻ പ്രാക്ടീസ്, യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഈസ് ദിസ് യുവർ കറണ്ട് പ്രാക്ടീസ്, യെസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ റീസെൻ്റ് ഡേറ്റ് അത് നിങ്ങളുടെ കോൺട്രാക്റ്റ് ലെറ്ററിനത് കാണും. അടുത്തത് പ്ലീസ് സെലക്ട് ആൻ എംപ്ലോയർ. അവിടെ നിങ്ങളുടെ എംപ്ലോയറിൻ്റെ സെർച്ച് ചെയ്ത് നോക്കുക. അടുത്തത് പ്ലീസ് സെലക്ട് എ സൈറ്റ് എന്നെടുത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേരടിച്ച് നോക്കുക. അത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്. ഞാനിവിടെ ഡയറക്റ്റ് ക്ലിനിക്കൽ കെയർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത ഓപ്ഷൻ വർക്ക് സെറ്റിംഗ്. ഇവിടെ ഹോസ്പിറ്റൽ ഓർ അതർ സെക്കൻഡറി കെയർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ പറ്റും. ഡേറ്റ്, എംപ്ലോയർ നെയിം, സൈറ്റ് നെയിം, അങ്ങനെ അതെല്ലാം. അവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ അവിടെ ലെഫ്റ്റിൽ പ്രാക്ടീസ് അവേഴ്സ് എന്നുള്ളിടത്ത് ആക്റ്റീവായിട്ടുണ്ട്. അടുത്തത് CPD. ഐ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് അണ്ടർടേക്കൺ ദ റിക്വയർഡ് ഹവേഴ്സ് ഓഫ് CPD, യെസ് കൊടുക്കുക. അടുത്തത് ഐ ഹാവ് ഒബ്റ്റൈൻ ഫീഡ്ബാക്ക് ഇൻ ദ ലൈൻ ഹൗ ടു റീവാലിഡേറ്റ്, അവിടെ യെസ് കൊടുക്കുക. ഐ ഡിക്ലെയർ ഐ ഹാവ് റിട്ടേൺ മൈ റിഫ്ലക്റ്റ് അക്കൗണ്ട് ഇൻ ലൈൻ വിത്ത് ഹൗ ടു റീവാലിഡേറ്റ് എന്നുള്ള യെസ് കൊടുക്കുക. അടുത്തത് ഐ ഡിക്ലെയർ ഐ ഹാവ് റിഫ്ലക്റ്റീവ് ഡിസ്കഷൻ, അതോടെ യെസ് കൊടുക്കുക. അടുത്തത് പ്ലീസ് സെൻഡ് റിഫ്ലക്റ്റീവ് ഡിസ്കഷൻ പാർട്ട്നേഴ്സ് ഡീറ്റെയിൽസ്. അത് നിങ്ങൾ ആ ഫോമിനകത്ത് അവർ NMC പിൻ നമ്പരും പേരും ഇമെയിൽ ID യും കൺട്രി ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് അതേപോലെ നോക്കി ടൈപ്പ് ചെയ്യുക. അഡ്രസ്സും CTM കൺട്രിയും കോണ്ടാക്റ്റ് നമ്പരും കൊടുക്കുക. ദ ഡേറ്റ് ഓഫ് ഡിസ്കഷൻ, ആ ഡേറ്റ് ഓഫ് ഡിസ്കഷൻ എന്നാണ്ട് ഡിസ്കഷൻ ചെയ്തെന്നുള്ളത് താഴെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ആ ഫോമിനകത്ത് ആ ഡേറ്റും കൊടുത്ത് താഴെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ CPD എന്നുള്ളത് ആക്റ്റീവായിട്ടുണ്ട്. അടുത്തത് ഹെൽത്ത് എന്നുള്ള ഓപ്ഷനാണ്. ഹെൽത്ത് ഡിക്ലറേഷൻ. ഡു യു ഹാവ് എ ഹെൽത്ത് കണ്ടീഷൻ? അവിടെ നോ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ ഹെൽത്തിൻ്റെ ആക്റ്റീവായിട്ടുണ്ട്. അടുത്ത ക്യാരക്ടറാണ്. വി നീഡ് ഇൻഫർമേഷൻ അബൌട്ട് ക്യാരക്ടർ. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ക്യാരക്ടർ ഡിക്ലറേഷൻ. ഡു യു ഡിക്ലെയർ ദാറ്റ് യു അവിടുത്തെ ഗുഡ് ക്യാരക്ടർ എന്നുള്ളത് അവിടെ യെസ് കൊടുക്കുക. ഡു യു ഹാവ് റിസീവ്ഡ് എ പോലീസ് ചാർജ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അവിടെ നോ കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. റെഗുലേറ്ററി ഫൈൻഡിങ് ഡിക്ലറേഷൻ. നിങ്ങൾ ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നോ കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. അല്ലേ? ഇവിടെ പ്രൊഫഷണൽ ഇൻഡെമിനിറ്റി അറേഞ്ച്മെൻറ്റ് ഐ ഡിക്ലെയർ എന്നുള്ളിടത്ത് യെസ് കൊടുക്കുക. ഇവിടെ ആഡ് ഇൻഡെമിനിറ്റി അറേഞ്ച്മെൻറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ഐ ഡിക്ലെയർ ദാറ്റ് മൈ പ്രൊഫഷണൽ ഇൻഡെമിനിറ്റി അറേഞ്ച്മെൻറ്റ് ഈസ് ബൈ വെർച്യൂ ഓഫ് അടുത്ത ആദ്യത്തെ ഓപ്ഷൻ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യുന്നു. താഴെ അവിടെ ഇൻഡെമിനിറ്റി ടൈപ്പിനകത്ത് എംപ്ലോയിൻ്റെ കോൺട്രാക്റ്റ് എന്ന് വന്നു. എന്നിട്ട് സബ്മിറ്റ് ആൻഡ് കണ്ടിന്യൂ. അടുത്തത് കൺഫർമേഷൻ എന്നുള്ളതാണ്. ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് കൊടുക്കുക. ഞാനിവിടെ എല്ലാം യെസ് കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്തത് കൺഫർമേഷൻ. ഐ ഹാവ് റിസീവ്ഡ് എ കൺഫർമേഷൻ ഫോം. അത് നിങ്ങളുടെ ലൈൻ മാനേജർ തന്നെ ഏതാണോ ടിക്ക് ചെയ്തിരിക്കുന്നത് അത് നോക്കി ടിക്ക് ചെയ്യുക. ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഐ ഹാവ് റിസീവ്ഡ് എ കൺഫർമേഷൻ ഫോം എന്നുള്ളത് നമ്മൾ കൺഫർമേഷൻ ഫോമും ഡിസ്കഷൻ ഫോമും ഒരാൾ തന്നെയാണ് ഫില്ല് ചെയ്തേക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഒരാൾ തന്നെയാണെങ്കിൽ അവിടെ സെയിം ആസ് NMC രജിസ്റ്റേർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഡീറ്റെയിൽസ് എല്ലാം വരും. ഇല്ല ഡിഫറെൻ്റ് ആണെങ്കിൽ അവരുടെ NMC നമ്പർ, ടൈറ്റിൽ, അഡ്രസ്സ് എല്ലാം അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കോൺടാക്റ്റ് നമ്പറും കൊടുത്ത് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ നിങ്ങളുടെ ആ ഫോമിനകത്ത് അവർ ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഡേറ്റ് തന്നെ കൊടുക്കുക. താഴെ യെസ് കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് ഇക്വാലിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. നിങ്ങളുടെ സെക്സ് ചോദിക്കുന്നുണ്ട്, ജെൻഡർ ചോദിക്കുന്നു. ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഇപ്പോൾ നിങ്ങൾ തുടക്ക സമയത്ത് ചെയ്ത് അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻറ്റുകൾ അതിലിടുക. താഴെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. യുവർ ഫൈനൽ സബ്മിഷൻ ഈസ് നോട്ട് യെറ്റ് കംപ്ലീറ്റ് ഇട്ടില്ല. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. താഴോട്ട് വരുമ്പോൾ ഐ ഗിവ് കൺസെൻറ്റ് ഫോർ ദി NMC ടു കോൺടാക്റ്റ് മൈ എംപ്ലോയർ എന്നുള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ ദ ഇൻഫർമേഷൻ ഐ ഹാവ് പ്രൊവൈഡഡ് ഈസ് ട്രൂ ആൻഡ് ആക്യുറേറ്റ് എന്നെടുത്ത് ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ സബ്മിഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അവരിതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ആ 120 പൗണ്ട് മേടിക്കുന്നത് ഇന്ന ഡേറ്റിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അവിടെ റിട്ടേൺ ടു ഹോം പേജ് എന്നോട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാറ്റസ് റിസീവ്ഡ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ പേയ്മെൻ്റ് ആണ്. അവിടെ സ്റ്റാറ്റസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട് ഇന്ന ഡേറ്റിലാണ് അവർ 120 പൗണ്ട് എടുക്കുന്നത്. ആ ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ കാശ് കാണണം. ഇത് ഓട്ടോമാറ്റിക് ഡെബിറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഡ്യൂ ടു കളക്ട് എന്നത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ നമ്മൾ 120 പൗണ്ടാണ്. അത് നെക്സ്റ്റ് പേയ്മെൻറ്റ് ഡ്യൂ കാണിക്കുന്നുണ്ട്. പേയ്മെൻറ്റ് മെത്തേഡ് ആനുവലാണ്. നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ദിവസം അക്കൗണ്ടിൽ നിന്ന് പിടിച്ചോളും.
സബ്മിഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മെയിൽ വരും, ഇതുപോലെ ആപ്ലിക്കേഷൻ റിസീവ് ആയെന്ന് പറഞ്ഞിട്ട്. പേയ്മെൻറ്റ് നടന്നതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് വാലിഡേഷൻ അപ്രൂവൽ ആയിക്കൊള്ളും. നമുക്കൊരു മെയിൽ വരികയും ചെയ്യും. ലൈൻമാനർക്കും മെയിൽ ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.